ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, സെപ്റ്റംബർ 26 ഈ നക്ഷത്രക്കാർക്ക് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. 27 നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, ഇനി മുതൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യ സൗഖ്യമുണ്ടാകുന്ന സമയം. വലിയ നേട്ടങ്ങൾ ഇതിലൂടെ സംഭവിക്കും. ആരോഗ്യം മെച്ചമായി വരുന്നതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി അവർക്കുണ്ടാകും. കുടുംബത്തിൽ അനുകൂലമായ ഫലങ്ങൾ വരുന്നതിന് വാക്തർക്കങ്ങൾ ഇടയാവാതെ നോക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യരംഗം വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തികം വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ വിജയം നേടിയെടുക്കാൻ, നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ സമയമാണ് 26 മുതൽ വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പോരാടി വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. സമൂഹത്തിൽ വലിയ നേതൃത്വ ഗുണം പിടിച്ചുപറ്റും. കഠിനമായി അധ്വാനിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഐശ്വര്യസമ്പൂർണമായ സമയമാണ് 26 മുതൽ വന്നു ചേരുന്നത്. എല്ലാ മേഖലകളിലും വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും. കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് അധിക ചെലവ് വരാതെ നോക്കണം. സാമ്പത്തിക രംഗം വളരെ സങ്കീർണമാകുന്നു. മറ്റുള്ളവരുടെ അശ്രദ്ധ പഴി കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒട്ടനവധി അവസരങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും നല്ല രീതിയിൽ വിനിയോഗിച്ച് അതിനെ പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. മാനസിക സംഘർഷങ്ങൾ കുറഞ്ഞ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം. വലിയ മേഖലകളിൽ പ്രവർത്തന മികവുണ്ടാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യം സംഭവിക്കുന്നു. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അനുഗ്രഹവും ആശീസ്സുകളും ഒക്കെ വർദ്ധിക്കുന്നു. സംരംഭങ്ങൾ തുടങ്ങി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആത്മീയത വർദ്ധിക്കുന്നുണ്ട്. മനസ്സംഘർഷം കുറയ്ക്കും. വിജയകരമായിരിക്കും. കുടുംബത്തിൽ സ്വയം സമാധാനമൊക്കെ വരും. സാമ്പത്തിക മുന്നേറ്റമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. സന്തുഷ്ടമായ സമയമാണ് മകരം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന അനുകൂലമായ സമയം. എല്ലാ രീതിയിലുമൊക്കെ മെച്ചം കാണുന്നു. സഹായഹസ്തങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ദീർഘകാലത്തേക്ക് സാമ്പത്തിക രംഗം അനുകൂലമായിരിക്കും. സമാധാന അന്തരീക്ഷമായിരിക്കും. സമ്പത്തും സമാധാനവും ഒക്കെ വന്നു ചേരും. സൗഖ്യമുണ്ടാകും. മകരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില പ്രത്യേക അവസരങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരും. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഉയർച്ചകൾ ഉണ്ടാകുന്നു. കുടുംബസമേതം അനുകൂലമായ സാഹചര്യങ്ങൾ വരും. ആത്മീയത വർദ്ധിക്കും. യാത്രകൾ ചെയ്യേണ്ടതായി വരും. വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത്. നല്ല സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർത്തം നക്ഷത്രമാണ്. അവസരങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നല്ലതായി ഭവിക്കുന്ന സമയമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. രോഗദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബത്തിനും സമാധാനമായ അന്തരീക്ഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അഭിവൃദ്ധിയും നേട്ടമൊക്കെ ഉണ്ടാകുന്നു. എല്ലാ ഉയർച്ചകളും ഉണ്ടാകും. പൂയം നക്ഷത്രക്കാർക്ക് ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കും. കുടുംബത്തിൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുന്നു. സ്നേഹബന്ധം നിലനിൽക്കും. വിജയകരമായ ഒട്ടനവധി നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അഭിവൃദ്ധിയാണ്. സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുന്നു. വലിയ ഉയർച്ചകൾ ഉണ്ടാകും. വലിയ നേട്ടങ്ങൾ, മികച്ച അനുഭവങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വരുന്ന, എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. പലവിധ അസൗകര്യങ്ങൾ വർദ്ധിച്ച് അതിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ അവർക്ക് ഈശ്വര കടാക്ഷം പോലെ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ നേട്ടവും അവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രം. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കും. പഠന സൗകര്യങ്ങൾ മികച്ചതായിരിക്കും. എല്ലാവിധ സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഏറെക്കുറെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. എല്ലാ നേട്ടങ്ങളും അവർക്കുണ്ടാകും. എല്ലാ വിജയവും അവർക്കുണ്ടാകും. അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഉത്തരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കും. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. എല്ലാവിധ ഉയർച്ചകളും അവർക്കുണ്ടാകും. അത്തം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഉയർച്ചകൾ തന്നെയാണ്. സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകാതെ നോക്കണം. എന്നിരുന്നാലും മാനസിക സംഘർഷം ഉണ്ടാകും. ചിത്തിര നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. ഈശ്വരന്റെ പ്രാർത്ഥന കൊണ്ട് ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും.
ചോദ്യ നക്ഷത്രക്കാർക്കും മാനസിക സംഘർഷം ഉണ്ടാകും. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ബന്ധത്തിൽ ചില സ്വാരസ്യങ്ങൾ ഉണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചർച്ചകളിലൂടെ എല്ലാവിധ ദുരിതങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. എല്ലാ രീതിയിലും ഉയർച്ചുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളൊക്കെ വരുന്ന സമയമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. എല്ലാ നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടനവധി ഉണ്ടാകുന്ന സമയം വന്നു ചേരുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബുദ്ധിമുട്ടുകൾ ഏറെയും കുറഞ്ഞിരിക്കും. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ കാണിക്കാൻ സാധിക്കും. അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പൂരാടം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. അവർ ഉയർച്ചയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഭാഗ്യത്തിന്റെ നാളുകൾ, വലിയ പദവികൾ വഹിക്കും. എല്ലാ ഉയർച്ചകളും ഉണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. കോടീശ്വര പദവി വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. വളരെ ഉയർച്ചയിലെത്തുന്നു. എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളുണ്ടാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. വലിയ രീതിയിൽ തന്നെ അവരുടെ ജീവിതം ആധിപത്യത്തിലൂടെ മുന്നേറാൻ സാധിക്കും. ഉയർച്ചകൾ തന്നെയാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഉയർച്ചകൾ ഉണ്ടാകുന്നു. എല്ലാവിധ നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകുന്ന സമയമാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും മാനസിക സംഘർഷം ഉണ്ടാകും. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക ക്രയവിക്രയം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുഭവങ്ങൾ നല്ല രീതിയിലല്ല വരുന്നത്. വളരെ ജീവിതത്തിൽ ഒട്ടനവധി വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അവർക്ക് മനഃശക്തി കൊണ്ട് നേടും. അതിന് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. നല്ല ഭാഗ്യാനുഭവങ്ങളും ഉയർന്ന അവസ്ഥകളുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നു. അവർ നേട്ടത്തിന്റെ അധിപതിയാകാൻ പോകുന്നു. സെപ്റ്റംബർ 26 മുതൽ ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഇത്തരം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാഹചര്യങ്ങൾ കഠിനമായ അധ്വാനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഭാഗ്യം സിദ്ധിക്കുന്നത് മൂലവും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥനകൾ അവർക്ക് സഫലീകരിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.